𝕮𝑔𝖓𝖙𝖆𝖈� വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിൽ നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് സ്റ്റാറ്റസ് സേവറും വേറെ ആപ്പ് ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ ആ ഒരു ഫോണിലേക്ക് നമുക്ക് സേവ് ചെയ്യാനാണ് എന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ആക്കാം. അപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് വന്നേക്കുന്ന സ്റ്റാറ്റസ് ഇമേജസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഇങ്ങനത്തെ കുറേ ഇമേജസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇങ്ങനെ കുറേ ഇമേജസും വീഡിയോസൊക്കെ ഉണ്ട്. ഞാൻ ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ടേക്കാണ്, ഓഡിയോ ഒന്നും കേൾക്കാതെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇമേജസ് ഒക്കെ നമുക്ക് ഇങ്ങനെ സേവ് ചെയ്യാൻ തന്നെ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫോണിൽ തന്നെ ഓട്ടോമാറ്റിക് ഇൻബിൽഡ് ആയിട്ടുള്ള ഫയൽ മാനേജറിലേക്ക് പോകാം. ഫയൽ മാനേജർ ഓപ്പൺ ആക്കിയതിന് ശേഷം ഫയൽ ബ്രൗസറിലേക്ക് പോകാം. ഫയൽ ബ്രൗസറിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് തുടങ്ങാം. നമ്മൾ വാട്സാപ്പ് എന്തായാലും ഇൻറ്റേർണൽ സ്റ്റോറേജിലായിരിക്കും സേവ് ആയിരിക്കുന്നത്. എന്നിട്ട് വാട്സാപ്പിൻ്റെ ഫോൾഡറിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാധാരണഗതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും വാട്സാപ്പിൻ്റെ ഈ ഒരു ഫോൾഡർ വന്നിരിക്കുന്ന അടുത്തായിരിക്കും. ഒരുമാതിരിപ്പെട്ട എല്ലാ ഫോൺസിലും വാട്സാപ്പിൻ്റെ ഫയൽസൊക്കെ വരുന്നത്. പക്ഷേ എൻ്റെ ഫോണിൽ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് മീഡിയ വാട്സാപ്പ് ഈ ഒരു ഫോൾഡറിനകത്തേക്കാണ് എൻ്റെ ആ ഒരു ഫയൽസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മേളിൽ കാണാൻ കഴിയും .shared .sticker.thumbs .trash എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഫോൾഡേഴ്സ് കാണാൻ കഴിയും. റെഗുലർ ഫോൺസിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ കയ്യിൽ കാണുന്നത്. പക്ഷേ അതേസമയം നമ്മുടെ ഫോണിൽ നമുക്ക് ഈ ഒരു ട്രിക്കിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളതും ഈ ഒരു സെറ്റിംഗ് ആണ് നമുക്ക് എനേബിൾ ചെയ്യാനുള്ളത്. ആദ്യം ഈ റൈറ്റ് കോർണറിൽ 3 ഡോട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ഫയൽ ബ്രൗസറിലും സെയിം മെക്കാനിസം ആണ്. 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. 3 ഡോട്ടിൽ ഷോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ എംഐഡിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും. അങ്ങനത്തെ എന്തായാലും ഷോ എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ടാവും. അതുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഷോ ഹിഡൻ ഫയൽസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഷോ ഹിഡൻ ഫയൽസ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇമേജിൽ പുതിയൊരു 4 ഫോൾഡേഴ്സ് വന്നേക്കും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെയല്ല നമ്മുടെ സ്റ്റാറ്റസ് വന്ന് കിടക്കുന്നത്. ഇതിന് മീഡിയ കൊടുക്കാം. മീഡിയ കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു സ്റ്റാറ്റസസ് എന്ന് പറഞ്ഞ ഈ ഒരു ഫോൾഡർ നിങ്ങൾക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ജസ്റ്റ് ഓപ്പൺ ആയി കാണിച്ചു തരാം. ഞാൻ നേരത്തെ കാണിച്ചു തന്ന 2-3 ഇമേജസ് ഞാൻ കാണിച്ചു തന്നായിരുന്നു. ആ ഒരു 2-3 ഇമേജസിൽ ഈ ഒരു ഇമേജ് ഞാൻ നേരത്തെ കാണിച്ചു തന്നായിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട്. അതേപോലെ ഇമേജസ് മാത്രമല്ല വീഡിയോസ് നമ്മുടെ ഇതിനകത്ത് സേവ് ആയി കിടക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോസ് എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ സ്റ്റാറ്റസ് ആയിട്ട് വന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഇതിനകത്ത് സേവ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അതിനകത്ത് ഓൾമോസ്റ്റ് 2 ഡേയ്സ് എന്തോ കിടക്കുമെന്ന് തോന്നുന്നു. ഈ സ്റ്റാറ്റസിൻ്റെ ഇമേജസൊക്കെ നമ്മുടെ ഓരോ വാട്സാപ്പിൻ്റെ വേർഷൻ അനുസരിച്ചിരിക്കും നമ്മുടെ സ്റ്റാറ്റസ് എത്ര ദിവസം നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ ചില മോഡ് വാട്സാപ്പ്സിൽ 20-48 ദിവസം വരെ നിൽക്കുന്നുണ്ട്. ചിലത് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ സാധാരണ പോകാറുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ ആ ഒരു സ്റ്റാറ്റസ് കിടക്കുന്ന ഫയൽസ് നമുക്ക് കിട്ടാൻ കഴിയും. ആ ഒരു സ്റ്റാറ്റസ് കിടക്കേണ്ട ഫയൽ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഈ ഒരു വീഡിയോ കാണിച്ചു. ഓക്കെ, ഈ ഒരു ഫയൽ നമ്മൾ ഇതായിട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി ഓപ്ഷനാണ് കൊടുക്കുന്നത്. കോപ്പി ഓപ്ഷൻ കൊടുത്തിട്ട് വാട്സാപ്പ് മീഡിയ എന്നിട്ട് വാട്സാപ്പ് വീഡിയോസിലേക്ക് പോകുന്നുണ്ട്. വാട്സാപ്പ് വീഡിയോയിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്സാപ്പ് വീഡിയോയിലേക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഈ ഒരു ഫയൽ ഹിഡൻ ആയി കിടന്നു വെച്ച ഫയൽ ഹിഡൻ മാറി അൺഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഫയലായിട്ടാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ഫയൽ നമുക്ക് എങ്ങനെ സെൻഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. നേരത്തെ ആ ഒരു ഫയൽ നമ്മുടെ ഗാലറിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോ ഇതിൽ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ നമ്മുടെ ഗാലറിയിൽ ഇപ്പോൾ വന്ന് കിടപ്പുണ്ട്. നമ്മളിപ്പോൾ സെയിം ഇമേജ് തന്നെയാണ്. അപ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു സെയിം ഇമേജ് നമ്മൾ ആ ഒരു സ്റ്റാറ്റസിൽ നിന്ന് കിട്ടിയ ഇമേജ് തന്നെയാണ് നമ്മുടെ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സിമ്പിൾ ട്രിക്ക് വെച്ച് നമുക്ക് ഒരു വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വന്നിരിക്കുന്ന വീഡിയോസും ഇമേജസും ഏത് ഫോണിലായാലും ഒരു ആപ്പിൻ്റെയും ഉപയോഗമൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഇത് ചെയ്യാം. ഇതുപോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മുടെ ഫോണും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറൊക്കെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഇതേപോലെയുള്ള സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന സിമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക. നമ്മുടെ വീഡിയോ ഇത്രയുള്ള ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് വന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.